ഒരു ചെറിയ റിയാക്ഷൻ വീഡിയോ കേട്ടാ. 2 ദിവസം കൊണ്ട് വാർത്ത കാണുന്നതാണ്. കൊല്ലത്ത് തന്നെയുള്ളൊരു ചേട്ടൻ മെഡിക്കൽ കോളേജിൽ അനാസ്ഥ കാരണം മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്ത. ഒരു 6-7 വർഷം മുമ്പ് ഞാൻ ഈ മെഡിക്കൽ കോളേജിൽ പോയൊരു കഥ പറയും. എന്റെ അച്ഛന് ഹെപ്പറ്റൈറ്റിസ് ബി ആയിരുന്നു, ലിവർ സിറോസിസ് ആയി. അവസാനം നമ്മൾ കൊല്ലത്ത് തന്നെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിച്ചുകൊണ്ടിരുന്നത് നമുക്ക് പറ്റത്തില്ല എന്ന് മനസ്സിലായപ്പോൾ നമ്മൾ അവിടെ മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോയി. മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ അവിടെ ചെന്നാൽ ഇപ്പോൾ ജീവൻ രക്ഷപ്പെടും, നമ്മുടെ അച്ഛൻ രക്ഷപ്പെടും എന്നൊക്കെ ഒരു സങ്കല്പത്തിലാണ് നമ്മൾ ഇവിടെ മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോകുന്നത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 16-ാം വാർഡ് എന്തോ അവിടെ കൊണ്ടുവന്നു കിട്ടും. പിന്നെ എന്ത് വേണമെങ്കിലും നമ്മൾ ചെന്ന് ചോദിക്കണം, ട്രിപ്പ് ഉണ്ടോ അച്ഛന്, ഇഞ്ചക്ഷൻ ഉണ്ടോ അച്ഛന്, കൊണ്ടുവരാം. ഒരു മനുഷ്യത്വം എന്ന് പറയുന്നതില്ലാത്ത കുറെ സ്റ്റാഫുകൾ, ഡോക്ടർമാർക്ക് പോലും പലർക്കും ഇല്ല. അടച്ചാക്ഷേപിക്കാന്ന് പറയരുത്, എല്ലാവർക്കും ഇല്ല. ആ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന ആർക്കും അതില്ലായിരുന്നു. ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുള്ള 27 വർഷത്തോളം എന്റെ അച്ഛനൊരു പ്രവാസിയായിരുന്നു. ഗൾഫിൽ കിടന്ന് ഒത്തിരിയും കഷ്ടപ്പെട്ടാണ് എന്നെ പഠിപ്പിച്ചതും എന്റെ ആങ്ങളെ പഠിപ്പിച്ചതും ഞങ്ങളെ കെട്ടിച്ചുവിട്ടതും ഒക്കെ. അപ്പോ എന്നോട് എന്റെ അച്ഛന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നതാ, കയ്യാലപ്പുറത്തിരിക്കുന്ന ഒരു തേങ്ങ പോലെയാണത്, അങ്ങോട്ട് വീഴാം ഇങ്ങോട്ട് വീഴാം. അവർക്ക് ലക്ഷക്കണക്കിന് ആൾക്കാരെ കാണുമ്പോൾ അതിൽ ഒരാളായിരിക്കും എന്റെ അച്ഛൻ. അത് അവരുടെ കുറ്റമല്ല, അവർക്ക് അത്ര ഉത്തരവാദിത്തം മതി. പക്ഷേ എനിക്ക് അങ്ങനല്ല. എന്റെ അച്ഛൻ എന്ന് പറയുന്നത് എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അതേ കണക്കായിരിക്കും ഓരോ മനുഷ്യർക്കും അവരവരുടെ പ്രിയപ്പെട്ടവർ എത്രമാത്രം വലുതാണ് അവർക്കേ മനസ്സിലാവൂ. ഈ പറയുന്ന ഡോക്ടർമാർക്ക് ആർക്കും മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ട് ഞാൻ എന്നാൽ ഒത്തിരി ഷൗട്ട് ചെയ്ത് അവിടെ കിടന്ന്, ഒത്തിരി ബഹളം വെച്ചിട്ടുണ്ട് അവിടെ കിടന്ന്. അതെന്താ നിങ്ങൾ അങ്ങനെ ചെയ്യാത്ത ഇങ്ങനെ ചെയ്യാത്തെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ അവർക്ക് നമ്മളോട് ഭയങ്കര ദേഷ്യം. പിന്നെ നമ്മൾ അങ്ങോട്ട് ചെല്ലുന്ന കാണുമ്പോഴേ അവർ എന്തോ ഒരു വലിയ ജീവി ചെല്ലുന്നതാണ് അവർ നമ്മളോട് പെരുമാറുന്നതൊക്കെ. ഞാൻ ഒരുപാട് കിടന്ന് അവരുടെ ബഹളം വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പറ്റത്തില്ല, എന്റെ അച്ഛൻ അവിടെ വരുന്ന സമയത്തിനേക്കാളും അവശനായിക്കൊണ്ടിരിക്കുക ഓരോ ദിവസം. നമുക്കത് കാണുമ്പോൾ അറിയാം. നമ്മളത് ചെന്ന് സംസാരിക്കുമ്പോൾ അവർ നമ്മളോട് ഒരു രീതിയിലും ഒരു മയത്തിൽ പോലും സംസാരിക്കത്തില്ല. എന്താ സംസാരിക്കുന്ന, എന്താ ചോദിക്കാൻ വരുന്നതെന്ന് പോലും ചോദിക്കാതെ നമ്മൾ തിരിച്ച് ഷൗട്ട് ചെയ്യും. ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് അവിടുന്ന് ഞാൻ അപ്പുറത്തെ ഹോസ്പിറ്റലിലോട്ട് മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ ആ ഡോക്ടർമാർ തമ്മിലുള്ള ഈഗോ കാരണം ഒരു വിധത്തെ അവർ മാറ്റത്തില്ല. എന്തൊക്കെ പറഞ്ഞിട്ട് അവരൊന്നും മാറ്റത്തില്ല. ഞാൻ പറഞ്ഞു അങ്ങോട്ട് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്താൽ ഞാൻ അവിടെ കൊണ്ട് ട്രീറ്റ്മെന്റ് ചെയ്താൽ സമ്മതിക്കത്തില്ല. ഒരു വിധത്തിൽ സമ്മതിക്കത്തില്ലായിരുന്നു. അവസാനം അവിടെ നിന്നൊരു മെയിൽ ഡോക്ടർ അല്ല മെയിൽ നേഴ്സ് ഒരു പയ്യൻ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് നിന്റെ അച്ഛനെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നീ ഏതെങ്കിലും ഒരു നല്ല പൊളിറ്റീഷ്യനെ കാണണം, അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും നല്ല ഡിപ്പാർട്ട്മെന്റിലുള്ള ആരെങ്കിലും ഹോൾഡ് ചെയ്യണം, ഉണ്ടെങ്കിൽ മാത്രമേ നിന്റെ അച്ഛന്റെ ജീവൻ നിനക്ക് രക്ഷിക്കാൻ പറ്റൂ. എന്റെ മാമ വഴി അവിടുത്തെ ഒരു സിസ്റ്റർ ഇടപെട്ട് ആ സിസ്റ്റർ വഴിയാണ് അവിടുത്തെ ഒരു ഡോക്ടറെ കണ്ടതും ആ സൂപ്പർ സ്പെഷ്യാലിറ്റിയിലോട്ട് എന്റെ അച്ഛനെ മാറ്റുന്നതും ഒക്കെ. അന്ന് ഞാൻ ഒരുപാട് ബഹളം വെച്ചിട്ടുണ്ട്. അവസാനം ഞാനൊരു പൊളിറ്റീഷ്യനെ കണ്ട് അയാൾ വന്ന് കുറെ കിടന്ന് ബഹളം വെച്ചിട്ടാണ് എന്റെ അച്ഛൻ അവിടെ ഷിഫ്റ്റ് ചെയ്യാൻ പോയത് തയ്യാറായത്. അതുകൊണ്ട് എന്റെ അച്ഛൻ ജീവനോടുണ്ട്. ഒരു പക്ഷേ ആ മെഡിക്കൽ കോളേജിൽ കിടന്നിരുന്നെങ്കിൽ ഇന്ന് ആ ചേച്ചി ഇരുന്ന് കരയുന്നത് പോലെ ഞങ്ങളൊക്കെ ഇരുന്ന് കരയേണ്ടി വന്നേനായിരുന്നു. ഈ മെഡിക്കൽ കോളേജിലോട്ട് പോകുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഒരിക്കലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ മിണ്ടാണ്ടിരുന്ന ഇവരാരും നമുക്ക് കൊണ്ടുവന്ന് മരുന്നൊന്നും കൈ തരത്തില്ല, പായിൽ ഒഴിച്ച് തരത്തില്ല, ട്രിപ്പിട്ട് തരത്തില്ല, ഒന്നും ചെയ്യത്തില്ല. അവിടെ കിടന്ന് നമ്മൾ എത്ര മാത്രം ബഹളം വെക്കുന്നോ അത്രമാത്രം മാത്രമേ നമ്മൾ അവർ ചികിത്സിക്കത്തുള്ളൂ. അല്ലാതെ അവർ ചെന്ന് കഴിഞ്ഞാൽ അവരവിടെ കിടത്തിയിട്ട് അവരവരെ പട്ടിന് പോകും. അവർക്ക് ലക്ഷക്കണക്കിന് ആൾക്കാരെ കാണുന്നതിൽ ഒരാൾ മാത്രമായിരിക്കും നമ്മൾ. പക്ഷെ നമുക്ക് ആരായാലും ആരെ കൊണ്ടുപോയാലും, ആ ചേച്ചി പറയുന്നത് ഞാൻ കേട്ടു, ആ ചേച്ചി ഒറ്റയ്ക്കായിരുന്നു, ആണുങ്ങൾ ആരെങ്കിലും വിളിച്ചു വരുത്താൻ പറഞ്ഞു, കൊല്ലത്തുനിന്ന് ഒരാൾ തിരുവനന്തപുരത്തോട്ട് വരുന്ന സമയം അറിയായിരുന്നു. പക്ഷേ ഒരിക്കലും നമ്മൾ മിണ്ടാണ്ടിരുന്ന് കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ ചെന്ന ഒരു ട്രീറ്റ്മെന്റ് നമുക്ക് കിട്ടത്തില്ല. സത്യമായ കാര്യമാണ്. പിന്നെ മന്ത്രിമാരൊക്കെ നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് പറയും മെഡിക്കൽ കോളേജിൽ ആനയാണ് ചേനയാണെന്നൊക്കെ. നിങ്ങളൊക്കെ എന്ത് ചികിത്സയ്ക്കാണ് അവിടെ വരുന്നത്? ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ മന്ത്രിമാർ ഈ പറയുന്ന നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു ചികിത്സയ്ക്ക് അവിടെ വന്നിട്ടുണ്ടോ? നിങ്ങളാകെ വരുന്നത് എവിടെയെങ്കിലും പോയി സമരം നടത്തി ചെറിയ വെള്ളം കയറുമ്പോഴോ ദേഹം കൊഴിഞ്ഞു വീഴുമ്പോഴോ ഒരു ട്രിപ്പൊക്കെ ഇട്ട് പോകാൻ വേണ്ടിയിട്ടല്ലേ? നിങ്ങൾ എന്ത് അസുഖം വന്നാലും അങ്ങ് വിമാനം കയറി പോകും. എന്തിനാ? നിങ്ങൾക്കറിയാം അവിടെ പോയാൽ നിങ്ങൾക്ക്